ഇനിയിപ്പോൾ ഇതായിരിക്കുമോ വി.ഡി. സതീശൻ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ആദ്യത്തെ വിസ്മയം? റെജി ലൂക്കോസിന്റെയും ആയിഷ പോറ്റിയുടെയും മറുകണ്ഠം ചട്ടവും നിലവിലെ കേരള രാഷ്ട്രീയത്തിലെ സംഭവങ്ങളും ചേർത്ത് ജെമിനിയോട് ഇവരൊക്കെ പാർട്ടി വിടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ CPM-ൽ വീണ്ടും ഒരു പോറ്റിയാകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണെന്ന പുച്ഛ മറുപടിയാണ് കിട്ടിയത്. കൊല്ലം ജില്ലയിലെ CPM-ന്റെ പെൺകരുത്തായിരുന്ന മുൻ MLA ആയിഷ പോറ്റി കോൺഗ്രസ് പാളയത്തിലെത്തുമ്പോൾ പാർട്ടിയിലെ അച്ചടക്കവും ജനാധിപത്യവും ഒന്നുകൂടി ചർച്ചയാവുകയാണ്. കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് പ്രമുഖർ പടിയിറങ്ങുന്നത് AKG സെന്ററിന് ശരിക്കും തലവേദനയാവുന്നുണ്ട്. എല്ലാം സഹിച്ചിരിപ്പാണ്. എന്നാൽ ഇടതുപക്ഷത്തില് തങ്ങളെ ഇതൊന്നും ബാധിക്കാത്ത ഒരു ആൽഫ രാഷ്ട്രീയക്കാരാണെന്നാണ് പാവം. ദ മലയാളം ന്യൂസിന്റെ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി വന്ന സമയത്ത് കൊട്ടാരക്കരയിൽ വിശ്വാസികൾ ഒരു പരിപാടിക്ക് 5 വിളക്ക് തെളിച്ചു, ശരണം വിളിച്ചു പണ്ട് ആയിഷ പോറ്റി വാർത്തകൾ നിറഞ്ഞപ്പോൾ അതൊക്കെ പാർട്ടി വിരുദ്ധമാണെന്ന് പറയാൻ ഒരു വിഭാഗം റെഡിയായിരുന്നു. എന്നാൽ 3 തവണ നിയമസഭയിലേക്ക് വോട്ട് വാങ്ങി ജയിപ്പിച്ച ആ പഴയ ജയന്റ് പെർഫോമർ ഇന്ന് കോൺഗ്രസിലേക്ക് പോയത് അത് പാർട്ടിയിലെ വിഭാഗീയതയുടെയും അവഗണനയുടെയും ബാക്കിപത്രമാണെന്ന് പറയാതെ വയ്യ. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടപ്പോൾ തന്നെ ആയിഷ പോറ്റി അതൃപ്തിയിലായിരുന്നു. പിണറായി വിജയന്റെ കാർക്കശ്യത്തിനപ്പുറം പോവാത്ത CPM പോലൊരു കേഡർ പാർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പിണറായി സർക്കാർ 3.0 എന്ന സ്വപ്നത്തിന്റെ ആണിക്കല്ലാണോ ഇളകുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അന്തിച്ചർച്ചകളിലെ ഇടതു സഹയാത്രികൻ റെജി ലൂക്കോസ് ഈയിടെയാണ് BJP-യിലേക്ക് ചാടിയത്. CPM-ൽ ശ്വാസം മുട്ടുന്നുവെന്നും അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്നും തുറന്നടിച്ചാണ് റെജി ലൂക്കോസ് പടിയിറങ്ങിയത്. പാർട്ടിക്ക് കൊടി പിടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും ആളുണ്ടെങ്കിലും പിണറായിക്ക് ശേഷം നയിക്കാൻ നേതാക്കളില്ലാത്ത അവസ്ഥയിലേക്ക് CPM മാറും. എന്തായാലും പോറ്റിപ്പോയതോടെ കോൺഗ്രസിന് നേട്ടമോ കോട്ടമോ എന്നറിയാനായിട്ടില്ല. പക്ഷേ CPM ഈ അവസരത്തിൽ ഒന്നുകൂടി വിയർക്കും. കുറച്ചു കാലമായി കോൺഗ്രസിൽ ചേരുമെന്ന കഥകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ വേദിയിലെത്തിയ സമയത്ത് ഈ ചാട്ടം ഏകദേശം തീരുമാനമായതായിരുന്നു. പിന്നെ എന്തേ വൈകി എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കരയിൽ ആയിഷ പോറ്റി മത്സരിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. സഖാക്കളുടെ പട സൈബർ ഇടങ്ങളിൽ അവസരവാദി എന്നൊക്കെ ലേബൽ ചേർത്താൻ അഹോരാത്രം കഷ്ടപ്പെടുന്നുണ്ട്. പാർട്ടിയോട് തനിക്ക് എതിർപ്പൊന്നുമില്ലെന്നാണ് കോൺഗ്രസ് അംഗത്വം എടുത്ത് ആയിഷ പോറ്റി പ്രതികരിച്ചത്. പക്ഷെ പാർട്ടി തന്നെ പല അവസരങ്ങളും തന്നെ തടഞ്ഞെന്ന് പരാതി പറഞ്ഞ ആയിഷ പോറ്റിക്ക് സ്ഥാനമോഹമില്ലെന്നും പ്രത്യേകം എടുത്തു പറയണം. ഇത്തരം സ്ഥാനമോഹമില്ലാത്ത ആളുകൾ ഇനിയും ഇതുപോലെ പാർട്ടി വിട്ടേക്കാം. ഇത്തരക്കാരോട് പാർട്ടിക്കൊന്നേ പറയാനുള്ളൂ: വർഗവഞ്ചകി കടക്ക് പുറത്ത്.